സാന്ത്വനം വരാനിരിക്കുന്ന ഒരു അടിപൊളി എപ്പിസോഡ് റിവ്യൂലോട്ട് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് കരുതുന്നു. നമുക്ക് ഇന്നത്തെ റിവ്യൂലോട്ട് കിടക്കാം. ദേവിയും വീട്ടുകാരും ചതിച്ചുകൊണ്ടാണ് കല്യാണം നടത്തിയതെന്ന് ആനന്ദ് തിരിച്ചറിയുന്നുണ്ട്. ദേവിയുടെ വായിൽ നിന്ന് തന്നെയാണ് ആനന്ദ് അതറിയുന്നത്. അതോടുകൂടി ആനന്ദിന് ദേഷ്യം സഹിക്കാനാവുന്നുണ്ടായിരിക്കില്ല. അനുവും മലവും കല്യാണം കഴിച്ചതോടുകൂടി ആകെ വിഷമത്തിലാണ് ഗോമതിയും അതുപോലെ ബാലനും. അതിന്റെ കൂട്ടത്തില് ഈ ഒരു കാര്യം കൂടെ അച്ഛനും അമ്മയും അറിഞ്ഞാല് അത് അവർക്ക് സഹിക്കാനാവില്ല എന്ന് ആനന്ദ് തിരിച്ചറിയുകയും അത് പറയാതെ ദേവിയെ സ്വന്തം വീട്ടിൽ കൊണ്ടുവിടുന്നുണ്ട്. ഇനി ഒരിക്കലും നിന്നോടൊപ്പം എനിക്ക് സന്തോഷമായിട്ടുള്ളൊരു ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കില്ല. എനിക്ക് കുറച്ച് സാവകാശം വേണം അച്ഛനെയും അമ്മയെയും കാര്യം പറഞ്ഞ് മനസ്സിലാക്കാൻ. അതുവരെ നീ നിന്റെ വീട്ടിൽ നിന്നാ മതി എന്നാനന്ദ് പറയുമ്പോ വളരെ സങ്കടത്തോടു കൂടി ദേവി പൊട്ടിക്കരയുന്നുണ്ട്. പലതവണ ആനന്ദിന്റെ പുറകെ നടക്കുന്നു. എന്നിട്ടൊന്നും ആനന്ദ് ഒന്ന് തിരിഞ്ഞു പോലും നോക്കുന്നുണ്ടായിരിക്കില്ല. അങ്ങനെ ഇരിക്കുകയാണ് തിരികെ എങ്ങനെ അങ്ങോട്ട് കയറാ എന്ന് ആലോചിച്ചിരിക്കുക. ആ സമയത്താണ് ആ സന്തോഷ വാർത്ത ദേവി എല്ലാവരോടും പറയുന്നത്. താനൊരു അമ്മയാവാൻ പോവുകയാണെന്ന്. ഇത് കേൾക്കുന്നതും ശ്രീകലയും അതുപോലെ ഉദയഭാനുവും വല്ലാത്ത സന്തോഷത്തിലായിരിക്കും. തന്റെ മകളെ എന്തു പറഞ്ഞ ഇനി അവിടെ കൊണ്ടുവിടുക എന്ന് ആലോചിച്ചിരിക്കുമ്പോഴാണ് ഇങ്ങനൊരു സന്ദർഭം വന്നത്. അത് നല്ല പോലെ പ്രയോഗിക്കുന്നുണ്ട്. വളരെ സന്തോഷത്തോടു കൂടി കെട്ടിപ്പിടിക്കുന്നുണ്ട് ശ്രീകല ദേവിയെ. മോളെ, ഇപ്പോഴാ അമ്മയ്ക്ക് സന്തോഷമായത്. മോൾക്കൊരു കുഞ്ഞുണ്ടായി കഴിഞ്ഞാല് പിന്നെ ഒരു പ്രശ്നവും ഉണ്ടായിരിക്കില്ല. ആ വീട്ടില് മോൾക്ക് നല്ല സ്വാതന്ത്ര്യം ഉണ്ടായിരിക്കും. ഒരിക്കലും നിന്നെ അവിടെ നിന്ന് ഇറക്കി വിടില്ല, ഇനി എന്തൊക്കെ പ്രശ്നം ഉണ്ടെങ്കിലും എന്നൊക്കെ ശ്രീകല പറഞ്ഞു കൊടുക്കുന്നുണ്ട് ദേവിയോട്. നീ ഒരു കാര്യം ചെയ്യ, വേഗം ആനന്ദിന് ഫോൺ ചെയ്ത് പറ. ഇങ്ങനൊരു വാർത്ത അറിയുമ്പോ അവൻ എന്തായാലും നിന്നെ കൂട്ടാനായിട്ട് ഇങ്ങോട്ട് വരും, അതെനിക്ക് ഉറപ്പാ എന്ന് ശ്രീകല പറയുന്നു. ഒട്ടും വൈകാതെ ദേവി ഫോൺ എടുത്ത് ആനന്ദിനെ വിളിക്കുന്നുണ്ട്. ആദ്യം വിളിക്കുമ്പോ ഫോൺ എടുക്കുന്നുണ്ടായിരിക്കില്ല. വീണ്ടും ട്രൈ ചെയ്യുന്നുണ്ട്. അപ്പോഴും ഫോൺ എടുക്കുന്നില്ല. കട്ട് ചെയ്യുവാണ് ആനന്ദ്. ഒരിക്കലും ദേവിയുടെ കോൾ എടുക്കില്ല എന്ന് തന്നെയായിരിക്കും ആനന്ദ് കരുതുന്നത്. അപ്പോഴായിരിക്കും ദേവി ശ്രീകലയോടും അനിയത്തിയോടും അച്ഛൻ്റെ അടുത്തും പറയുന്നത്, ആനന്ദേട്ടൻ ഫോൺ എടുക്കുന്നില്ല, ഞാൻ എന്തായാലും ഒരു മെസ്സേജ് അയച്ചു നോക്കട്ടെ എന്നും പറഞ്ഞ് മെസ്സേജ് അയക്കുക. അങ്ങനെ മെസ്സേജ് ആനന്ദ് കേൾക്കുന്നുണ്ട്. അത് കേൾക്കുമ്പോഴും ആനന്ദിന് വിശ്വസിക്കാനാവുന്നുണ്ടായിരിക്കില്ല. മാത്രമല്ല, അത് ഇനിയിപ്പോ കള്ളം പറഞ്ഞ് വീട്ടിലോട്ട് വരാനുള്ള ഐഡിയ ആണോ എന്ന് പോലും ആനന്ദ് ചിന്തിക്കുന്നുണ്ട്. മുഖത്ത് ഒരു വ്യത്യാസവും ഉണ്ടായിരിക്കില്ല. ഇങ്ങനെ അച്ഛനാവാൻ പോവാന്നറിയുമ്പോ ഒരു വ്യക്തി എത്രമാത്രം സന്തോഷിക്കും. ആ സന്തോഷമൊന്നും ആനന്ദിന്റെ മുഖത്തുണ്ടായിരിക്കില്ല. ആനന്ദ് അപ്പൊ തന്നെ വിളിക്കുന്നുണ്ട്. സ്പീക്കറിലിട്ടിട്ടായിരിക്കും ദേവി സംസാരിക്കുന്നത്. അച്ഛനും അമ്മയും അനിയത്തിയും ഒക്കെ കേൾക്കുന്നുണ്ടായിരിക്കും. ആനന്ദേട്ടാ, ആനന്ദേട്ടൻ ഒരു അച്ഛനാവാൻ പോവാ എന്ന് പറയുന്നതും ആനന്ദ് ചോദിക്കുന്നുണ്ട്, മതി നിന്റെ പുതിയ നാടകം. ഇനിയിപ്പോ എന്തെങ്കിലും കാര്യം പറഞ്ഞ് വീട്ടിലോട്ട് തിരികെ വരണ്ടേ? അതിനായിരിക്കും നീ ഇപ്പോ ഇങ്ങനൊരു കാര്യം ചെയ്തത് അല്ലേ എന്ന് പറയുമ്പോ വല്ലാത്ത വിഷമത്തിലാണ് ദേവി നിൽക്കുന്നത്. ആനന്ദേട്ട, എന്തൊക്കെയാ പറയുന്നേ? ഞാൻ സത്യ പറയുന്നേ, മതി, നിന്റെ കരച്ചിലൊന്നും എനിക്ക് കേൾക്കണ്ട, കട്ട് ചെയ്തേ എന്നും പറഞ്ഞ് ആനന്ദ് ഫോൺ കട്ട് ചെയ്യുന്നുണ്ട്. ഈ സമയത്താണെങ്കിൽ ദേവിക്ക് സങ്കടം സഹിക്കാനാവുന്നുണ്ടായിരിക്കില്ല. എന്നാ ശ്രീകല പറയുന്നുണ്ട്, അവന്റെ ഒരു അഹങ്കാരം കണ്ടില്ലേ? എന്തായാലും ഇപ്പൊ തന്നെ വീട്ടിലോട്ട് പോണം, നീ പോയിട്ട് റെഡിയാവ്, ഞങ്ങളും റെഡിയാവട്ടെ എന്നും പറഞ്ഞ് ദേവിയെ റൂമിലോട്ട് പറഞ്ഞു വിടുന്നുണ്ട്. അങ്ങനെ ഒരുങ്ങി നേരെ ചെല്ലുന്നത് ബാലനോടും ഗോമതിയോടും ഇക്കാര്യം പറയാനായിട്ടായിരിക്കും. ഈ സമയത്ത് ഗോമതിയും മിത്രയും വസ്ത്രങ്ങളെല്ലാം മടക്കി വെക്കുന്നുണ്ട്. അതിന്റെ കൂട്ടത്തില് അനുവിന്റെ ഡ്രസ്സും കാണും. അനു തങ്ങളെയൊക്കെ വേണ്ട എന്ന് വെച്ച് അലോഹിന്റെ കൂടെ ഇറങ്ങിപ്പോയതല്ലേ, അവളുടെ ഡ്രസ്സ് എന്തിനാ ഇനി ഇവിടെ വെക്കുന്നേ എന്നൊക്കെ പറഞ്ഞ് ഗോമതി വലിയ ദേഷ്യത്തിലാണ്. ആ സമയത്താണ് അങ്ങോട്ടേക്ക് ദേവിയും അച്ഛനും അമ്മയും വരുന്നത്. ശബ്ദം കേട്ടുകൊണ്ട് മിത്രയും അതുപോലെ ഗോമതിയും അങ്ങോട്ട് ചെല്ലുന്നു. ആരാ ഇത്? ദേവി മോളോ? നിങ്ങൾ വരുന്ന കാര്യമൊന്നും പറഞ്ഞില്ലല്ലോ. അതെ, ഒരു സന്തോഷ വാർത്ത പറയാനായിട്ടാ വന്നത്. ആണോ? എന്തായാലും നിങ്ങൾ ഇരിക്ക. എന്താ കാര്യം? ഇരിക്കാനൊന്നും വയ്യ, ഞങ്ങൾക്കേ ഇത് പറയാൻ തിടുക്കായി. എന്താ ഇത്ര വലിയ സന്തോഷം? ആദ്യം ഈ മധുരം കഴിക്കുക. അങ്ങനെ സ്വീറ്റ്സ് എടുത്ത് കൊടുക്കുന്നുണ്ട്. മിത്രയുടെ കയ്യിലും അതുപോലെ ഗോമതിയുടെ വായിലൊക്കെ വെച്ചു കൊടുക്കുക ശ്രീകല. എനിക്ക് ഒന്നും മനസ്സിലാവുന്നില്ല, എന്താ കാര്യമെന്ന് ഗോമതി ചോദിക്കുന്നുണ്ട്. ഇന്ന് സന്തോഷിക്കേണ്ട ദിവസാ,
എത്രയൊക്കെ മധുരം കഴിച്ചാലും നിങ്ങൾക്ക് മതിയാവില്ല. അങ്ങനെ ഒരു കാര്യ ഞാനിപ്പോ പറയാൻ പോകുന്നേ. എനിക്ക് മനസ്സിലാവുന്നില്ല. നിങ്ങളൊന്ന് തുറന്നു പറ. അതെ, നിങ്ങളൊരു മുത്തശ്ശിയാവാൻ വേണ്ടി പോവാ. ഇത് കേൾക്കുന്നതും ആകെ കൂടെ സന്തോഷത്തിലായിരിക്കും നമ്മുടെ ഗോമതി. അതുപോലെ മിത്രയ്ക്കും ഒത്തിരി സന്തോഷാവുന്നുണ്ട്. തല താഴ്ത്തി നാണിച്ചുകൊണ്ട് ദേവി നിൽക്കുന്നു. അങ്ങനെ ദേവിയുടെ അടുത്തോട്ട് മിത്രയും ഗോമതിയും വരുന്നുണ്ട്. മോളെ, സത്യമാണോ? അതെ, ഇവിടെ വന്ന് ആദ്യം പറയാനാ കരുതിയത്. അതുകൊണ്ട് ആനന്ദിനോട് പോലും പറഞ്ഞിട്ടില്ല. അങ്ങനെ അവസാനം ദൈവങ്ങൾ പ്രാർത്ഥന കേട്ടു. അതെ, ഈ വീട്ടിലെ ആദ്യത്തെ പേരക്കുട്ടിയാ എന്നൊക്കെ ഗോമതി പറയുന്നു. അങ്ങനെ ആനന്ദിനെ വിളിച്ച് ഇപ്പൊ തന്നെ പറയാം. ആനന്ദിനെ മാത്രമല്ല, എന്തായാലും ബാലേട്ടനും കൂടെ വിളിക്കട്ടെ. ബാലേട്ടൻ ഇതറിയുമ്പോ ഒത്തിരി സന്തോഷാവും എന്ന് പറയുന്നു. ബാലേട്ടനെയും അതുപോലെ ആനന്ദിനെയും വിളിച്ച് വേഗം വീട്ടിലോട്ട് വരാനായിട്ട് പറയുന്നുണ്ട്. മോളെ, മോൾ ഇരിക്ക്, ഇങ്ങനെ നിക്കല്ലേ എന്നൊക്കെ പറഞ്ഞ് ദേവിയെ ഗോമതി ഇരുത്തുന്നുണ്ട്. എന്താ മോൾക്ക് കഴിക്കാൻ വേണ്ടേ? മോൾക്ക് ഇഷ്ടപ്പെട്ട കറിയൊന്നും ഉണ്ടാക്കിയിരിക്കുന്നേ. മോൾക്ക് ചോറ് എടുക്കട്ടെ, കുറച്ച് ഭക്ഷണം കഴിക്കുക എന്നൊക്കെ വളരെ കെയറിങ്ങോട് കൂടി ഗോമതി ദേവിയോട് ചോദിക്കുന്നുണ്ട്. വേണ്ടമ്മേ, എനിക്കൊന്നും വേണ്ട, വിശപ്പില്ല. അങ്ങനെ പറഞ്ഞാ പറ്റില്ല. ഇനിയിപ്പോ കുറച്ച് ഭക്ഷണം കൂടുതൽ കഴിക്കണം. വയറ്റില് ഒരു കുഞ്ഞുള്ളതാ, ആ കാര്യം നീ മറക്കണ്ട എന്നൊക്കെ ഗോമതി ദേവിയോട് പറയുന്നു. അതെ അതെ, അത് തന്നെ ഞാൻ പറയുന്നേ. എന്റെ മോളെ നല്ലപോലെ നോക്കണേ. അത് പിന്നെ പറയണോ? ഞാൻ പൊന്നു പോലെ നോക്കില്ലേ. ഇങ്ങനെയൊന്നും പറയല്ലേ. എന്റെ സ്വന്തം മോളെ പോലെ തന്നെ ഞാൻ ദേവി മോളെയും നോക്കും എന്ന് ഗോമതി പറയുന്നുണ്ട്. ആ സമയത്താണ് ബാലനും അതുപോലെ ആനന്ദും വീട്ടിലോട്ട് വരുന്നത്. എന്തെങ്കിലും പ്രശ്നമില്ലാതെ ഗോമതി വിളിക്കില്ലല്ലോ. അപ്പുറത്തെ വീട്ടുകാരുമായിട്ട് എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്നായിരിക്കും ബാലൻ ആദ്യം ആനന്ദിന്റെ അടുത്ത് ചോദിക്കുന്നത്. അപ്പുറത്തെ വീട്ടിലോട്ടാണ് ഇങ്ങനെ നോക്കുന്നത്. അവിടുന്ന് ശബ്ദമൊന്നും കേൾക്കുന്നില്ലല്ലോ. എന്തിനാ ഇപ്പോ ഗോമതി വിളിച്ചേ എന്ന് ബാലൻ ചോദിക്കുന്നുണ്ട്. അറിയില്ലച്ചാ, ഒരു കാര്യം പറയണമെന്നും പറഞ്ഞിട്ടാ എന്നോട് വരാൻ വേണ്ടി പറഞ്ഞത്. നമുക്കെന്തായാലും ഉള്ളിലോട്ട് പോയി നോക്കാം എന്നും പറഞ്ഞ് ബാലനും ആനന്ദും ഉള്ളിലോട്ട് പോകുന്നുണ്ട്. വളരെ സന്തോഷത്തോടു കൂടി ഗോമതി ഇക്കാര്യം വന്ന് ബാലന്റെ അടുത്ത് പറയുന്നു. ബാലേട്ട, നമ്മുടെ വീട്ടില് ഒരു അതിഥി വരാൻ പോവാ. ബാലേട്ടൻ ഒരു മുത്തശ്ശനാവാൻ പോവാ എന്ന്. ഇത് കേൾക്കുന്നതും ബാലന് സന്തോഷം സഹിക്കാനാവുന്നുണ്ടായിരിക്കില്ല. ബാലൻ ദേവി മോളെ ഇങ്ങനെ ചേർത്ത് പിടിക്കുന്നുണ്ട്. മോളെ, അപ്പോ ഈ വീട്ടില് ഒരു കുഞ്ഞു പിറക്കാൻ പോവാണോ എന്ന് ദേവിയോട് ചോദിക്കുന്നു. അതെ അതെ അച്ഛാ എന്നിങ്ങനെ ദേവിയും പറയുന്നു. ബാലച്ചന് ഒത്തിരി സന്തോഷാവൂന്ന് എനിക്കറിയാം. ബാലച്ചനോടാ ആദ്യം പറയണമെന്ന് കരുതിയത്. ഇവിടെ വന്നപ്പോ പിന്നെ ബാലച്ചൻ ഉണ്ടായില്ലല്ലോ. അതാ പിന്നെ അമ്മ വേഗം ബാലച്ചനെ വിളിച്ചേ എന്നൊക്കെ ദേവി പറയുന്നുണ്ട്. അങ്ങനെ ആനന്ദ് ഇതൊക്കെ കണ്ട് ആകെ പരിഭ്രമിച്ച് നിൽക്കുമായിരിക്കും. എന്താ ചെയ്യണ്ടേന്ന് അറിയാതെ. ഇപ്പൊ കള്ളം പറഞ്ഞതാണോ അതോ ഇനി ശരിക്കും ഒരമ്മയാവാൻ പോവാണോ എന്നൊക്കെ ആയിരിക്കും ആനന്ദിന്റെ മനസ്സിൽ. ഒന്നും മിണ്ടാതെ ആനന്ദ് നിൽക്കുന്നു. ഈ സമയത്ത് ശ്രീകല പറയുന്നുണ്ട്. എന്താ നോക്കി നിൽക്കുന്നേ? അച്ഛന്റെ അമ്മയുടെ അനുഗ്രഹം വാങ്ങിക്ക്. അങ്ങനെ ആനന്ദും ദേവിയും അനുഗ്രഹം മേടിക്കുന്നു. കുടിക്കാനായിട്ട് ചായ ഇടാന് മിത്ര അടുക്കളയിലോട്ട് പോകുന്നു. കൂടെ ഗോമതിയും പോകുന്നുണ്ട്. ചായയൊക്കെ കുടിച്ച് വളരെ സന്തോഷത്തോടു കൂടി സംസാരിച്ചിരിക്കാം. ഗോമതി പറയുന്നുണ്ട്. കുറെ നാൾക്ക് ശേഷം ബാലേട്ടൻ ഇപ്പോഴാ ഒന്ന് ചിരിച്ചു കാണുന്നേ. അതിനിടയില് ദേവി ആനന്ദിന്റെ മുഖത്തോട്ട് തന്നെയായിരിക്കും നോക്കുന്നുണ്ടായിരിക്ക. ആനന്ദ് അവിടെ നിന്ന് എഴുന്നേറ്റ് പോകുന്നുണ്ട്. കൂടെ ദേവിയും എഴുന്നേക്ക. ചോദിക്കുന്നുണ്ട് ഗോമതി, എങ്ങോട്ടാ ദേവി മോളെ പോകുന്നേ? അത് നടക്കട്ടെ എന്നും പറഞ്ഞ് ദേവിയെ ആനന്ദിന്റെ അടുത്തോട്ട് പറഞ്ഞു വിടുന്നു. റൂമിൽ എത്തിക്കഴിഞ്ഞ് ആനന്ദ് ആകെ കൺഫ്യൂഷനിൽ നിൽക്കാം. അപ്പോഴേ ദേവി വരുന്നേ. ആനന്ദേട്ടാ, ആനന്ദേട്ടൻ എന്നോട് ക്ഷമിക്ക്. നിന്നോട് ക്ഷമിക്കാൻ എനിക്കാവില്ല. ഇപ്പോഴും നീ കള്ളം പറയാണ് അല്ലേ? നിന്റെ വയറ്റില് ഒരു കുഞ്ഞുണ്ടെന്ന് കള്ളം പറഞ്ഞുകൊണ്ട് ഈ വീട്ടിലോട്ട് കയറിക്കൂടാനല്ലേ നിന്റെ മനസ്സിലിരിപ്പ് എന്നൊക്കെ വീണ്ടും ആനന്ദ് ചോദിക്കുമ്പോ പൊട്ടിക്കരഞ്ഞുകൊണ്ട് ദേവി പറയുന്നുണ്ട്. ആനന്ദേട്ട, ഇങ്ങനെയൊന്നും പറയല്ലേ. എന്തിനാ എന്നെ ഇങ്ങനെ സങ്കടപ്പെടുത്തുന്നേ? ഞാൻ എന്തിനാ കള്ളം പറയുന്നേ? ആനന്ദേട്ടന്റെ കുഞ്ഞ് ഈ വയറ്റിലുണ്ട്. ഞാൻ കള്ളം പറയൂ ആനന്ദേട്ട? പിന്നെ നീ ഇതുവരെ പറഞ്ഞത് സത്യസന്ധമായിട്ടുള്ള കാര്യമാണല്ലോ. അതാണല്ലോ നിന്നെ ഞാനിങ്ങനെ സംശയിക്കുന്നേ. എനിക്ക് ഉറപ്പാ നിന്റെ വയറ്റിൽ ഒരു കുഞ്ഞുമില്ല. ആനന്ദേട്ടന് വിശ്വാസം ഇല്ലെങ്കിൽ ഇത് ഞാൻ വീട്ടിൽ നിന്ന് നോക്കിയതാ. ഈ കാർഡില് കണ്ടില്ലേ 2 വര? ആനന്ദേട്ടൻ തന്നെ നോക്ക് എന്നും പറഞ്ഞ് ആനന്ദിന്റെ കയ്യിൽ വെച്ച് കൊടുക്കുന്നുണ്ട്. ഇത് കാണുമ്പോ ആനന്ദിന് ഒരു ഇത്തിരി വിശ്വാസം തോന്നുന്നുണ്ട്. ദേവി കരഞ്ഞുകൊണ്ട് ഇത്രയൊക്കെ പറയുമ്പോ വിശ്വസിക്കാതിരിക്കാൻ പറ്റില്ലല്ലോ. ആനന്ദേട്ട, ഞാൻ വേണേ കാല് പിടിക്കാം.
എനിക്ക് ഒരു തെറ്റ് പറ്റിപ്പോയി. എനിക്കിത്ര വിദ്യാഭ്യാസമൊന്നും ഇല്ലാന്ന് മുന്നേ പറയേണ്ടതായിരുന്നു. അത് എനിക്ക് പറ്റിയില്ല. അതുകൊണ്ടാ ആ സമയത്ത് എങ്ങനെയെങ്കിലും കല്യാണം നടക്കണമെന്ന് മാത്രമേ അച്ഛനും അമ്മയും ആലോചിച്ചുള്ളൂ. ഇനി അനന്തേട്ടൻ എന്നോട് പഴയ പോലെ സംസാരിക്കുക അനന്തേട്ട എന്നൊക്കെ പറയുന്നു. മതി, നീ ഇനി കൂടുതൽ കരയണ്ട. നീ ചെയ്തതൊന്നും എനിക്ക് മറക്കാൻ പറ്റില്ല. അതുകൊണ്ട് ഇനി തുടർന്നുള്ള കാലത്ത് നിന്നെ സ്നേഹിക്കാൻ കഴിയൂ എന്നൊന്നും എനിക്കിപ്പോൾ തന്നെ പറയാൻ പറ്റില്ല. പിന്നെ ഒരു കാര്യം, ഇനി നീ കള്ളം പറയില്ല എന്ന് നിനക്ക് വാക്ക് തരാൻ പറ്റുമോ? ഇനി നാളെ മേല ഇതുപോലെ എന്തെങ്കിലും കള്ളത്തരങ്ങള് നീ എന്നിൽ നിന്ന് മറച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നീയും ഞാനും രണ്ടും രണ്ടും ആയിരിക്കും. നിനക്ക് ഉറപ്പ് തരാൻ പറ്റുമോ? പെട്ടെന്ന് ദേവിയൊന്ന് ഞെട്ടുന്നുണ്ട്. ഇനി ആഭരണങ്ങളെല്ലാം മുക്കുകൊണ്ടാണെന്ന് അറിഞ്ഞിട്ടില്ലല്ലോ. അതറിഞ്ഞാല് അടുത്ത പ്രശ്നം ഉണ്ടാവില്ലേ? അത് പേടിച്ച് ദേവി, ആനന്ദേട്ട ഇനി ഞാനൊരു കള്ളവും പറയില്ല, സത്യമായിട്ടും എന്നിങ്ങനെ പറയുന്നു. കുഞ്ഞിനെ ഓർത്ത് മാത്രം ഞാനിപ്പോ നിന്നെ പരിഗണിക്കാം. അതും കുഞ്ഞിനെ ഓർത്ത് മാത്രം. നീ പ്രസവിക്കുന്നത് വരെ നിന്റെ കാര്യത്തിലൊന്നും ഒരു കുറവും ഞാൻ വരുത്തില്ല. പക്ഷെ പണ്ടത്തെ പോലെ നിന്നെ സ്നേഹിക്കാനൊന്നും എന്നെ കിട്ടില്ല എന്നും പറഞ്ഞ് ആനന്ദ് അവിടെ നിന്ന് പോകുന്നുണ്ട്. അങ്ങനെ ദേവിക്ക് ഇത് കേൾക്കുമ്പോൾ കുറച്ചൊരു ആശ്വാസം തോന്നുന്നുണ്ട്. എന്നാലും ആനന്ദേട്ടൻ പണ്ട് എന്നെ സ്നേഹിച്ച പോലെ ഇനി സ്നേഹിക്കില്ലല്ലോ എന്ന് ദേവിയുടെ മനസ്സിലുണ്ടായിരിക്കും. അങ്ങനെ പിന്നീട് ശ്രീകല ഗോമതിയോട് പറയുന്നുണ്ട്, അല്ല ഇനി നമുക്ക് എന്നാ ഡോക്ടറെ കാണാൻ പോവണ്ടേ? അതൊക്കെ ഞങ്ങൾ നോക്കിക്കോളാം. അല്ല എന്നാലും എന്നാ? അതിപ്പോ അറിഞ്ഞിട്ടല്ലേ ഉള്ളൂ. ഒരു 1.5 മാസമല്ലേ ആയിട്ടുള്ളൂ. ഒരു 2 മാസം കഴിഞ്ഞിട്ട് ഡോക്ടറെ കാണിച്ചാ പോരെ? മതി മതി, ഞാൻ ചോദിച്ചെന്നേ ഉള്ളൂ. ദേവിയുടെ അമ്മ ഇനി ഒന്നോർത്തും സങ്കടപ്പെടണ്ട. ഞങ്ങള് അവളുടെ കൂടെ തന്നെയുണ്ട്. പ്രസവം കഴിയുന്നത് വരെ അവളുടെ എല്ലാ കാര്യങ്ങളും ഞങ്ങൾ നോക്കിക്കോളാം. വെറുതെ ടെൻഷൻ അടിച്ച് ഇങ്ങോട്ട് ഓടി വരേണ്ട ആവശ്യമൊന്നുമില്ല. അതെനിക്കറിയാം, ഗോമതിയും ബാലനും എൻ്റെ മോളെ നല്ലപോലെ നോക്കുമെന്ന്. എന്നാലും അമ്മ എന്ന നിലയ്ക്ക് എനിക്ക് കുറച്ച് ഉത്തരവാദിത്തങ്ങളൊക്കെ ഇല്ലേ? അതൊക്കെ ഞാൻ നോക്കും എന്ന് ശ്രീകല പറയുന്നുണ്ട്. അങ്ങനെ വളരെ സന്തോഷത്തോടു കൂടി ദേവിയെ വീട്ടിലാക്കി ശ്രീകലയും ഉദയഭാനുവും അവിടെ നിന്ന് പോകുന്നുണ്ട്. അന്നത്തെ ദിവസം ഒരു ഉത്സവം പോലെ ആയിരിക്കും. സദ്യവട്ടങ്ങളെല്ലാം ഉണ്ടാക്കി എല്ലാവർക്കും ഭക്ഷണം വിളമ്പി കൊടുക്കുന്നുണ്ട് ഗോമതി. മധുരമായിട്ട് പായസം ഉണ്ടാക്കി കൊടുക്കുന്നു. ദേവിക്ക് ഇഷ്ടപ്പെട്ട എല്ലാ പലഹാരങ്ങളും ഗോമതി തയ്യാറാക്കി കൊടുക്കുന്നു. ഇടയ്ക്കിടയ്ക്ക് ഗോമതി ജ്യൂസുമായിട്ട് ദേവിയുടെ അടുത്തോട്ട് ചെല്ലുന്നുണ്ട്. ജോലിയൊന്നും ചെയ്യിപ്പിക്കാതെ ദേവിയെ റൂമിൽ തന്നെ ഇരുത്തുന്നുണ്ട്. ദേവിക്കാണെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കാഞ്ഞിട്ട് വല്ലാത്ത ഒരു സുഖക്കേടായിരിക്കും. അടുക്കളയിൽ കയറി ജോലി ചെയ്യണമെന്നൊക്കെ ഗോമതിയോട് പറയുന്നുണ്ട്. നീ ഇപ്പോ അടുക്കളയിലോട്ടൊന്നും വരണ്ട, അടുക്കള കാര്യങ്ങളൊക്കെ നോക്കാനേ ഞങ്ങളുണ്ട്. നീ ഒരു ജോലിയും ചെയ്യാതെ ഇവിടെ ഇരുന്നാൽ മാത്രം മതി എന്നൊക്കെ പറയുന്നു. ആ സമയത്താണ് ശ്രീകല വിളിക്കുന്നത് ദേവിയെ. എന്തായി മോളെ, ഇപ്പോ ആനന്ദിന്റെ സ്വഭാവത്തില് മാറ്റം വന്നില്ലേ? എന്ത് മാറ്റാമ്മേ? ആനന്ദേട്ടൻ എന്നെ പഴയ പോലെ സ്നേഹിക്കില്ല എന്നാ പറയുന്നേ. കുഞ്ഞിനെ ഓർത്ത് മാത്രം എനിക്ക് കുറച്ച് പരിഗണന തരാമെന്ന് മാത്രമേ ആനന്ദേട്ടൻ പറഞ്ഞിട്ടുള്ളൂ. എന്തായാലും നിന്നോട് സ്നേഹമുണ്ട്. അതുകൊണ്ടല്ലേ വീട്ടിൽ ആരോടും നീ ഈ മറച്ചു വെച്ച കാര്യം പറയാതിരുന്നത്. അതൊക്കെ ശരിയാ. പക്ഷേ ആനന്ദേട്ടൻ എന്നെ പഴയ പോലെ സ്നേഹിക്കില്ലല്ലോ അമ്മേ. അതോർക്കുമ്പോ എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല. അതൊക്കെ ശരിയാവും. ഇനി നീ വേണം അവനെ കയ്യിലെടുക്കാനായിട്ട്. നിന്റെ വയറ്റില് അവന്റെ കുഞ്ഞുണ്ട്. അതുകൊണ്ട് നിനക്കിനി അവിടെ കൂടുതൽ സ്വാതന്ത്ര്യമുണ്ട്. അതുകൊണ്ട് അവനെയും നീ കയ്യിലെടുക്ക്. നീ വരച്ച വരയില് അവൻ നിൽക്കണം. എത്ര നാളായി ഞാൻ നിന്നോട് പറയുന്നു ആ രീതിക്ക് അവനെ കൊണ്ടു നടക്കണമെന്ന്. പിന്നെ വരച്ച വരയില് എന്നെ ഒന്ന് സ്നേഹിച്ചാൽ മതിയായിരുന്നു. അപ്പോഴമ്മ പറയുന്ന ഓരോ കാര്യങ്ങള്. ഇനി എന്തായാലും അമ്മയുടെ ഉപദേശമൊന്നും എനിക്ക് വേണ്ട. എനിക്കറിയാം എന്താ ചെയ്യണ്ടേന്ന് എന്നും പറഞ്ഞ് ഫോൺ കട്ട് ചെയ്യുന്നുണ്ട്. അതിനിടയിൽ രാവിലെ ഭക്ഷണം കഴിക്കുന്ന സമയത്ത് ആനന്ദ് മാത്രമേ ഉണ്ടായിരിക്കുള്ളൂ. അമ്മ പറഞ്ഞ കാര്യങ്ങളെല്ലാം മനസ്സിലുണ്ടായിരിക്കും ദേവിയുടെ. വരച്ച വരയിൽ നിർത്തണം, ഞാൻ പറയുന്നത് അതുപോലെ അനുസരിക്കണം എന്നൊക്കെ ദേവിക്കും തോന്നുന്നുണ്ട്. ദേവിയാണെങ്കിൽ ആനന്ദിന്റെ അടുത്ത് പറയുന്നുണ്ട്, ആനന്ദേട്ടാ 2 ഇഡ്ഡലി കൂടെ വെക്കട്ടെ? വേണ്ട, എനിക്ക് മതിയായി. അയ്യോ ആനന്ദേട്ടാ അങ്ങനെ പറയല്ലേ, 2 ഇഡ്ഡലി കൂടെ കഴിക്കണം. നമ്മുടെ കുഞ്ഞു പറയാ, അച്ഛന് നല്ലപോലെ ആരോഗ്യം വേണ്ടേ? ഇനിയിപ്പോ സ്കൂളിൽ വിടണം, എന്തൊക്കെ കാര്യങ്ങളാ, കുഞ്ഞിന്റെ കാര്യങ്ങളൊക്കെ നോക്കാൻ അച്ഛന് ആരോഗ്യം വേണ്ടേ? അതുകൊണ്ട് 2 ഇഡ്ഡലി കൂടെ കഴിക്കാം. അങ്ങനെ 2 ഇഡ്ഡലി കഴിക്കുന്നുണ്ട്. വീണ്ടും പറയുന്നുണ്ട്, ആനന്ദേട്ട പ്ലീസ് ആനന്ദേട്ട ഒരു 2 ഇഡ്ഡലി കൂടെ കഴിക്ക്. അങ്ങനെ വീണ്ടും 3ഉം 4ഉം റൗണ്ട് കഴിക്കുന്നുണ്ട്. ഒക്കെ ദേവി പറഞ്ഞ പോലെ തന്നെ ആനന്ദ് അനുസരിക്കും ചെയ്യാം.
അതോടുകൂടി ദേവിക്ക് ഒത്തിരി സന്തോഷാവുന്നുണ്ട്. ഇക്കാര്യം പറയാനായിട്ട് ശ്രീകലയെ വിളിക്കുന്നുണ്ട്. ശ്രീകല ഇതറിയുമ്പോൾ ഒത്തിരി സന്തോഷം തോന്നി ദേവിയോട് പറയുന്നുണ്ട്, ഇതാ മോളെ ഞാൻ പറഞ്ഞത്, അവനെ വരച്ച വരയിൽ നിർത്തണം. ഇപ്പൊ മനസ്സിലായോ? ഇതുപോലെ നീ കൊണ്ടു നടക്കണം. ഇനി അങ്ങോട്ട് നിന്റെ കാല. ഇനിയിപ്പോ നീ ഒന്നും ഓർത്തും പേടിക്കണ്ട. എല്ലാ സത്യങ്ങളും അറിഞ്ഞാലും നിന്നെ അവിടെ നിന്ന് ആരും ഇറക്കി വിടാൻ പോകുന്നില്ല. അല്ല മോളെ, നിന്റെ അവിടുത്തെ കാര്യങ്ങളൊക്കെ ഗോമതി നല്ലപോലെ നോക്കുന്നില്ലേ? എല്ലാ കാര്യങ്ങളും നോക്കുന്നുണ്ട്. അമ്മ നോക്കുന്നതിലും ഭംഗിയായിട്ടാ എന്നെ ഇവിടെ എല്ലാവരും പരിഗണിക്കുന്നത്. ഒരു ജോലി പോലും എന്നെ കൊണ്ട് ചെയ്യിക്കുന്നില്ല. ഭക്ഷണം കഴിക്കുക മാത്രാ ഇപ്പൊ എൻ്റെ ഏറ്റവും വലിയ ജോലി. അതെന്താ, നീ ഭക്ഷണം കഴിക്കുന്നില്ലേ? ഭക്ഷണമൊക്കെ ഉണ്ട്, പക്ഷേ ഞാൻ കഴിക്കുന്നില്ല. അതെന്താ? അത് ഞാൻ ഭക്ഷണം കഴിച്ചാല് വയറ്റിലിരിക്കുന്ന കുഞ്ഞിന്റെ മേലൂടെ അതൊക്കെ വീഴില്ലേ? നീ എന്താ പറയുന്നേ? അമ്മേ, ഞാൻ ഭക്ഷണം കൂടുതൽ കഴിച്ചാല് എല്ലാം വന്ന് വീഴുന്നത് കുഞ്ഞിന്റെ മേലല്ലേ? എന്റെ ദേവി, നീ ശരിക്കും പൊട്ടത്തിയാണോ? നീ എന്തൊക്കെയാ പറയുന്നേ? അങ്ങനെയല്ല അമ്മേ, എനിക്ക് അത് ഓർക്കുമ്പോ ഭക്ഷണം കഴിക്കാനേ തോന്നുന്നില്ല. ഇതൊക്കെ സംസാരിച്ചു നിൽക്കുന്ന സമയത്ത് ദേവിയെ ഭക്ഷണം കഴിക്കാനായിട്ട് വിളിക്കാൻ മിത്രയും മീനുവും വന്നു നിൽക്കുന്നുണ്ടായിരിക്കും. ഈ സംസാരിക്കുന്നതെല്ലാം കേൾക്കുന്നുണ്ട്. മിത്രയും മീനുവും ആകെ കൂടെ ഞെട്ടിയാണ് നിൽക്കുന്നത്. അമ്മയ്ക്ക് എന്താ ഇതൊക്കെ ഒരു തമാശ? എന്റെ കുഞ്ഞിനെന്തെങ്കിലും സംഭവിച്ചാലോ? മതി, എനിക്ക് നിന്നോട് വർത്താനം പറഞ്ഞാലേ തലയ്ക്ക് ഭ്രാന്ത് പിടിക്കും എന്നും പറഞ്ഞ് ശ്രീകല ഫോൺ കട്ട് ചെയ്യുന്നുണ്ട്. തിരിഞ്ഞു നോക്കുന്ന സമയത്ത് മീനുവും അതുപോലെ മിത്രയും നോക്കി നിൽക്കുന്നു. ആ, നിങ്ങൾ രണ്ടുപേരും എപ്പോഴാ വന്നേ? അതെ, ചേച്ചി ഫോൺ ചെയ്യുന്ന സമയത്തെ ഞങ്ങൾ എത്തിയിരുന്നു. ചേച്ചിയുടെ സംശയമൊക്കെ ഞങ്ങൾ കേട്ടു. ഭക്ഷണം കഴിക്കാനായിട്ട് വിളിക്കാൻ വേണ്ടി വന്നതാ. അല്ല, ഒരുപാട് ഭക്ഷണമൊക്കെ കഴിച്ചാല് കുഞ്ഞിന്റെ ദേഹത്തോട് വീഴില്ലേ? അതോർക്കുമ്പോ എനിക്ക് എന്തോ വിഷമം. അതുകൊണ്ട് എനിക്ക് ഭക്ഷണം വേണ്ട. എന്റെ പൊന്നു ചേച്ചി, അങ്ങനെയൊന്നുമില്ല. കുഞ്ഞ് കിടക്കുന്നത് വേറൊരു ഭാഗത്ത്, ഭക്ഷണം പോകുന്നത് വേറെ ഭാഗത്തൂടെ. എന്തിനാ വെറുതെ ചേച്ചി ഇങ്ങനെയൊക്കെ ടെൻഷൻ അടിക്കുന്നേ? എന്നാലും വയറിനുള്ളിലോട്ടല്ലേ എല്ലാം പോകുന്നേ. അതുകൊണ്ട് എനിക്ക് ഭക്ഷണം വേണ്ട. ചേച്ചി ഈ സമയത്ത് നല്ല പോലെ ഭക്ഷണം കഴിക്കണം. ചേച്ചി ഇങ്ങ് വന്നേ. എനിക്ക് എന്തോ പോലെ. എൻ്റെ പൊന്നു ചേച്ചി, ഇതൊന്നും ചേച്ചി പഠിച്ചിട്ടില്ലേ? അത് അത് ഞാനേ എനിക്ക് പഠിച്ചത് അത്രയ്ക്ക് അങ്ങ് ഓർമ്മയില്ല. ചേച്ചി ഇതൊന്നും ഓർത്ത് ടെൻഷൻ അടിക്കണ്ട. പിന്നെ ആദ്യത്തെ കുഞ്ഞാണ്, അതിൻ്റെ ടെൻഷനൊക്കെ ഉണ്ടാവും. അത് ശരിയാ, എനിക്കെന്തോ പേടിയാവുന്നുണ്ട്. എൻ്റെ കുഞ്ഞ് ആരോഗ്യത്തോടെ ജനിക്കില്ലേ? അതൊക്കെ ജനിക്കും. ചേച്ചി പേടിക്കാതിരിക്കുക. ആരോഗ്യത്തോടെ കുഞ്ഞ് ജനിക്കണമെങ്കിൽ ചേച്ചി നല്ലപോലെ ഭക്ഷണമൊക്കെ കഴിക്കണം. ചേച്ചി ഇങ്ങ് വന്നേ എന്നും പറഞ്ഞ് മിത്രയും മീനുവും ദേവിയെ വിളിച്ചോണ്ട് ഭക്ഷണം കഴിക്കാനായിട്ട് പോകുന്നു. നാളത്തെ എപ്പിസോഡിൽ ബാക്കി റിവ്യൂ ആയിട്ട് വരാം. നാളത്തെ എപ്പിസോഡിൽ ബാലന്റെ കയ്യിൽ നിന്നും 10 ലക്ഷം രൂപ മോഷ്ടിച്ചെടുത്ത് ആകാശ് മീനുവിന്റെ അച്ഛന് കൊണ്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഒരു ഗവൺമെന്റ് ജോലിയിൽ അപ്പോയിന്റ്മെന്റ് കൊടുക്കുന്നുണ്ട്. നാളത്തെ എപ്പിസോഡിൽ ബാക്കി റിവ്യൂ ആയിട്ട് വരാം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കാം. ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ്. നാളെ വീണ്ടും കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ.